സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പഠിച്ചു. എങ്ങനെയാണത് നിർമ്മിക്കുന്നത്, അതിൻ്റെ ഉപയോഗങ്ങൾ, അതൊക്കെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അമോണിയയുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് പോവുകയാണ്. സംഭവം നമുക്ക് സാധാരണ ഞാൻ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെയാണ് ആദ്യം കഥ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് കെമിസ്ട്രിയിലും ആദ്യം ഒരല്പം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെൻറ്റും മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കിപ്പോകാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കി ശ്രദ്ധിച്ച് പഠിച്ചാലേ തലയിൽ കയറത്തുള്ളൂ. അപ്പോൾ വളരെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നിട്ട് വേണം ക്ലാസ്സൊക്കെ കാണാൻ. വല്ല ഉറക്കം തോന്നി ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇരുന്നിട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആവും, ഉറക്കം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തലയിൽ കയറണമെന്നില്ല. അപ്പോൾ നല്ല ശ്രദ്ധയോടെ വേണം എന്ത് ചെയ്യാൻ ഇന്നത്തെ ക്ലാസ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്തുവാണ്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റി പറഞ്ഞ ലേ ഷാഡ്ലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്, ഒരു നിയമമുണ്ട്. അതിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, കെമിസ്ട്രിയിൽ റിയാക്റ്റൻറ്റുകൾ പരസ്പരം കൂടിച്ചേർന്നിട്ട് ഉണ്ടാകുന്ന വസ്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പ്രോഡക്റ്റ്. റിയാക്റ്റൻ്റ് ചേരുന്നു, പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. റിയാക്റ്റൻ്റ് ചേരുന്നു, പ്രോഡക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിനെ റിയാക്റ്റൻ്റ് ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യം. നമ്മളിതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. ഇത് പറയും ഫോർവേഡ് റിയാക്ഷൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയത്ത് ഈ പ്രോഡക്റ്റ് തിരിച്ച് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? റിയാക്റ്റൻറ്റുകളായിട്ട് മാറും. എന്തായിട്ട് മാറും? റിയാക്റ്റൻറ്റുകളായിട്ട് മാറും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടണമെന്നില്ല, അതൊക്കെ നമ്മളിപ്പോൾ പഠിക്കും. എങ്കിലും അറിഞ്ഞിരിക്കുക, സാധാരണഗതിയിൽ റിയാക്റ്റൻ്റ് ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാകും. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം, നമ്മൾ ഇതുവരെ എല്ലാം പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ ചില സമയത്ത് മനസ്സിലാക്കുക, ഈ പ്രോഡക്റ്റുകൾ പരസ്പരം കൂടി ചേർന്ന് തിരിച്ചെന്താകാം? റിയാക്റ്റൻ്റ് ആകാം, അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ. അങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങോട്ട് പോയാൽ ഫോർവേഡ്, തിരിച്ചു വന്നാൽ ബാക്ക്വേർഡ്. അപ്പോൾ ചില റിയാക്ഷൻസ് ഫോർവേഡ് മാത്രമായിരിക്കും, അതായത് അങ്ങോട്ട് മാത്രം റിയാക്റ്റൻ്റ് ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാവും. പ്രോഡക്റ്റ് ഒരിക്കലും തിരിച്ചെന്താവത്തില്ല, റിയാക്റ്റൻ്റ് ആയിട്ട് മാറത്തില്ല. അങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മളതിനെ ഇറിവേഴ്സിബിൾ എന്നാണ് വിളിക്കുന്നത്. റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചില റിയാക്റ്റൻറ്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റും ആവും, പ്രോഡക്റ്റ് ചേർന്ന് എന്താവും? തിരിച്ച് റിയാക്റ്റൻ്റ് ആകും. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ? ഈ റിവേഴ്സിബിൾ റിയാക്ഷനെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത്. ഇത്രയും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ റിയാക്റ്റൻ്റ് ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാകും, ഫോർവേഡ് റിയാക്ഷൻ. ചിലപ്പോൾ പ്രോഡക്റ്റ് ചേർന്ന് റിയാക്റ്റൻ്റായിട്ട് ഡീകമ്പോസ് ചെയ്യാം, അതിന് നമ്മൾ ബാക്ക്വേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോഴെന്നല്ല, ഫോർവേഡ് മാത്രം ഉണ്ടെങ്കിൽ നമുക്കതിന് ഇറിവേഴ്സിബിൾ എന്ന് പറയാം. പ്രൊഡക്റ്റ്, അതായത് ഫോർവേഡ് മാത്രമേ ഉള്ളൂ, റിയാക്റ്റൻ്റ് ചേർന്നു, പ്രൊഡക്റ്റ് ആവുന്നു, അവർ പാട്ടിന് പോകുന്നു, അതെല്ലാം ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ചിലപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, അങ്ങോട്ട് പോയിട്ട് അതേപടി തിരിച്ചും വരാം. അപ്പോൾ നമ്മളതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നല്ല, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. ശ്രദ്ധിക്കുക, റിവേഴ്സിബിൾ റിയാക്ഷനുകളിലാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ് എന്നീ 4 കാര്യങ്ങളെ പറ്റി നമ്മൾ ഇന്ന് പഠിക്കും. ഇത്രയും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ പതിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, അമോണിയ എന്ന് പറയുന്നതിന് നമുക്ക് ഹേബർ പ്രോസസ്സിലൂടെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഫോം ചെയ്ത അമോണിയയുടെ ഒരു കോമ്പൗണ്ടാണ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, റിയാക്ഷൻ നമ്മൾ കാര്യത്തിലോട്ട് ഒരു എക്സ്പെരിമെൻറ്റിലോട്ട് പോവുകയാണ്. നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഈ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഒരല്പം അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ വെള്ള നിറത്തിൽ കാണുന്ന നമ്മുടെ ഉപ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും? അമോണിയം NH4 ക്ലോറൈഡ് Cl. അപ്പോൾ NH4Cl അമോണിയം ക്ലോറൈഡ് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം ആഡ് എ ലിറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്.
അതിൻ്റെ കെമിക്കൽ ഫോർമുല നിങ്ങൾക്കറിയാം. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ NaOH ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൂക്കിനകത്തേക്ക് വളരെ രൂക്ഷമായ ഒരു വൃത്തികെട്ട ഗന്ധം വരുന്നതായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു വൃത്തികെട്ട ഒരു പഞ്ചൻ്റ് സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ പറയാം, ഈ പഞ്ചൻ്റ് സ്മെല്ല് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. പഞ്ചൻ്റ് സ്മെല്ല് വന്നെങ്കിൽ അത് അമോണിയ അല്ലേ? അതെ, അവിടെ NH3 എന്ന അമോണിയ ഗ്യാസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ NH4Cl-ഉം NaOH-ഉം തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? ഒരു ഗ്യാസ് ഉണ്ടാകും. എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്ത് കാണിച്ചു തരാൻ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ഗ്യാസ് ഉണ്ടാകും. ഈ ഗ്യാസ് എന്ത് ഗ്യാസാണെന്നറിയാവോ? ഇതൊരു കളർലെസ് ഗ്യാസ് ആയിരിക്കും, നിറമില്ലാത്ത ഒരു ഗ്യാസ് ആയിരിക്കും. അതിനെന്തായിരിക്കും? ഒരു പഞ്ചൻ്റ് സ്മെല്ലുണ്ടാകും, നാറ്റം, മുട്ട ചീഞ്ഞ പോലത്തെ ഒരു നാറ്റം ഉണ്ടാകും. അപ്പോൾ കളർ ഓഫ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളർലെസ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? പഞ്ചൻ്റ് സ്മെല്ലെന്ന് എഴുതാനായിട്ട് പറ്റും. ഈ ഗ്യാസിലേക്ക് ഞാൻ എന്ത് കൊണ്ടുവരുന്നു? ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവരുന്നു. ബ്ലൂ അല്ലല്ലോ, റെഡ് ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവരുന്നു. എന്ത് കൊണ്ടുവരുന്നു? ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ നിങ്ങൾക്കറിയാം, ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയാനുള്ളതാണ് ലിറ്റ്മസ് പേപ്പർ. അങ്ങനെ ഞാൻ ഇതിലേക്ക് എന്ത് കൊണ്ടുവന്നു? ഒരു റെഡ് ലിറ്റ്മസിൻ്റെ പേപ്പർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് പതുക്കെ എന്തായിട്ട് മാറുന്നു? ബ്ലൂ ആയിട്ട് മാറും. എന്തായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണും? ബ്ലൂ ആയിട്ട് മാറുന്നതായിട്ട് കാണും. അപ്പോൾ ബ്ലൂ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്ത ആൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ആയിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ? കാരണം റെഡിനെ ബ്ലൂ ആക്കുന്നത് ബേസിക് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്യാസിൻ്റെ ഫോം അല്ലേ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും അല്ലേ? ഞാനിത് മുകളിൽ എഴുതി വെച്ചു. ദ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ മോയിസ്റ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ വെൻ ഇറ്റ് ഷോൺ ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും, ബേസിക് ആയിട്ട് മാറും. ഇനി നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിനെ ചൂടാക്കുന്നു. ഹീറ്റാക്കി കഴിയുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫോം ചെയ്ത് ഗ്യാസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ റിയാക്ഷൻ നല്ല കംപ്ലീറ്റ് ആയിട്ട് നടക്കുക. അതായത് ഈ ഉപ്പ് പോലെ ഇരിക്കുന്ന സാധനം മൊത്തമായിട്ട് ഈ NaOH അലിഞ്ഞ് നല്ല ട്രാൻസ്പാരൻറ്റ് ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ട്രാൻസ്പാരൻറ്റ് ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാകും. നമ്മൾ എന്നിട്ട് ഇവിടെ നിങ്ങൾ ചോദിക്കും, സാർ ഇതെന്തിനാണ് ഇപ്പോൾ ഒരു ബന്ധമില്ലാത്തോട്ട് പറയുന്നത്? റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും എന്ന് ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞു തന്നില്ലേ, അതിലോട്ട് കൊണ്ടെത്തിക്കുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചു. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് എ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് നമ്മളൊരു ഗ്ലാസ് റോഡ് കൊണ്ടുവരികയാണ്. ആ ഗ്ലാസ് റോഡിൻ്റെ പ്രത്യേകത എന്താ? ആ ഗ്ലാസ് റോഡിൽ നമ്മൾ എന്ത് മുക്കിയിട്ടുണ്ട്? HCl മുക്കിയിട്ടുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കളർലെസ് ആയിരുന്നു. ഈ കളർലെസ് ആയ ഗ്യാസ് ഈ HCl-ലുമായിട്ട് വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ വൈറ്റ് കളറിൽ എന്ത് കാണാൻ പറ്റും? വൈറ്റ് കളറിൽ ഒരു ഗ്യാസ് ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എന്ത് കാണാൻ പറ്റും? ഒരു വൈറ്റ് കളർ ഗ്യാസ് കാണാനായിട്ട് പറ്റും. സോ വാട്ട് ഡിഡ് യു ഒബ്സർവ് വെൻ ദ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വാസ് ഷോൺ ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്? ഒരു വൈറ്റ് ഗ്യാസ് അവിടെ നിന്ന് ഫോം ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ അവിടെ എന്താ നടന്നത്? അപ്പോൾ ആദ്യം എന്താ നടന്നത്? NH4Cl റിയാക്ട് ചെയ്യുന്നു NaOH-ഉമായിട്ട്. നമുക്കിവിടെ എന്ത് കിട്ടും? എന്തായാലും സ്മെല്ല് കിട്ടിയത് കൊണ്ട് പിന്നെ അവിടെ NH3 കിട്ടി. എന്ത് കിട്ടി? NH3 കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ NH3 കിട്ടി. Na-യും Cl-ഉം കൂടി ചേർന്നിട്ട് എന്തായാലും NaCl ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. H-ഉം OH-ഉം കൂടി ചേർന്നിട്ട് നമുക്കിവിടെ എന്തായാലും H2O-യും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ബാലൻസ് ഒന്നും അല്ല, എങ്കിലും നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്തായാലും ഇവിടെ ആദ്യം ഈ പറഞ്ഞ റിയാക്ഷൻ നടന്നപ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് കിട്ടി, അതാണ് അമോണിയ NH3. പിന്നെ ഉള്ളത് Na-യും Cl-ഉം നമുക്കറിയാമല്ലോ. അവിടെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ Na-യും Cl-ഉം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? NaCl ആയിരിക്കും. H-ഉം OH-ഉം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? H2O ആയിരിക്കും. അങ്ങനെ H2O-യും ഫോം ചെയ്യും. ഇനി ആ പറയുന്ന NH3 മുകളിലോട്ട് പോകുമ്പോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ HCl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? NH4Cl ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? NH4Cl. അതായത് നേരത്തെ പറഞ്ഞ അമോണിയം ക്ലോറൈഡ് നമുക്കവിടെ തിരിച്ചു കിട്ടും. അപ്പം നമ്മൾ തുടങ്ങിയപ്പോഴും NH4Cl ഉണ്ട്, തിരിച്ചും നമുക്ക് എന്ന് കിട്ടി? NH4Cl കിട്ടി. എന്നും പറഞ്ഞ് ഇതെല്ലാം കൂടി റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നൊന്നും അല്ല പറയുന്നത്, കാര്യം മനസ്സിലാക്കുക. ഇവിടെ ആദ്യം നടന്ന ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്.
ഇതാണ് ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് NH4Cl NaOH റിയാക്ട് ചെയ്താൽ NH3യും NaClഉം H2Oയും കിട്ടും. ദിസ് ഈസ് എ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത രണ്ടാമത് ഇവിടെ വെച്ച് നടന്ന NH3യും HClഉം NH4Clഉം എന്ന് പറയുന്ന ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് NH4Cl നമ്മൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ NH3യും HClഉം ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ സംശയം വരും, സാറേ അതെങ്ങനെയാണ് ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയത്? അതല്ലേ ഇപ്പോൾ മനസ്സിൽ വന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്. നോക്കിയേ, ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ അമോണിയ സൊല്യൂഷൻ എടുത്തു. അതായത് ഇവിടെ എന്തുണ്ട്? NH3 ഉണ്ട്. മറ്റൊരു കോട്ടൺ തുണിയിൽ നമ്മൾ HCl എടുത്തു. എന്തുണ്ട്? HCl എടുത്തു. അതല്ലാതെ ഇവിടെ മുകളിൽ കാണുന്നത് NH3യും HClഉം. രണ്ടിനെയും കൂടി നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം റിയാക്ട് ചെയ്യുന്നു. NH3യും HClഉം പരസ്പരം റിയാക്ട് ചെയ്യുന്നു. അവിടെ എന്ത് ഫോം ഉണ്ടാവും? NH4Cl ഫോം ചെയ്യും. അതാണ് ഇവിടെ വൈറ്റ് ഫ്യൂംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇത് റിവേഴ്സിബിൾ ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യണ്ടേ? അതാണ് നമ്മളിവിടെ പറയുന്നത്. നോക്കിയേ, വെൻ ദ ഗ്ലാസ് ട്യൂബ് ഈസ് ഹീറ്റഡ് അമോണിയം ക്ലോറൈഡ് വിൽ ഡീകമ്പോസസ്. അപ്പോൾ ഈ ഗ്ലാസ് ട്യൂബിൽ നമ്മൾ ചൂടാക്കിയാൽ ഈ അമോണിയം ക്ലോറൈഡ് NH4Cl ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. NH4Cl ഡീകമ്പോസ് ചെയ്യുമ്പോൾ വീണ്ടും NH3യും HClഉം ഫോം ചെയ്യും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കും, പ്രോപ്പർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്ത് റിയാക്ഷൻ? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതെന്ത് റിയാക്ഷൻ? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ. ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം റിവേഴ്സിബിൾ റിയാക്ഷനും ഇറിവേഴ്സിബിൾ റിയാക്ഷനും എന്താണെന്ന് അറിയണം. അപ്പോൾ റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും എന്താണെന്ന് അറിയാനുള്ള തത്രപ്പാടിലാണ് നമ്മളിവിടെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ആ എക്സ്പെരിമെൻ്റ് ഫലമായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന NH4Clനെ NaOH എന്ന സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അമോണിയം ക്ലോറൈഡ് ഒരു വെള്ള തരിയായിട്ടിരിക്കും. NaOH എന്ന് വെച്ചാൽ വെള്ളം പോലെ ഇരിക്കും. നമ്മളതിനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിറമില്ലാത്ത ഒരു വസ്തു കാണാൻ പറ്റും. പക്ഷേ അതിന് നല്ല പഞ്ചൻ്റ് സ്മെല്ലുണ്ടാവും. നമുക്ക് മണപ്പിച്ചാൽ മൂക്കൊക്കെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ കൊണ്ട് വെച്ചപ്പോൾ അത് നീല ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അത് ബേസിക്കായ ഒരു സാധനമാണ്. അപ്പോൾ ബേസിക്കായ കളർലെസ് ആയ പഞ്ചൻ്റ് സ്മെല്ലുള്ള സാധനം എന്താ? അത് NH3 ആണ്. അതെന്താണ്? NH3 ആണ്. അപ്പോൾ ആ NH3 ആണെന്ന് നമ്മൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് HClനെ ഒരു ഗ്ലാസ് റോഡിൽ ഡിപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ വരെ ഒന്ന് നിന്നിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു റിയാക്ഷൻ നടന്നില്ലേ? എന്തായിരുന്നു ആ റിയാക്ഷൻ? ആ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? NH4Cl റിയാക്ട് ചെയ്തു NaOH ആയിട്ട് എന്ത് ഫോം ചെയ്തു? NH3 ഫോം ചെയ്തു. താഴെ ഞാൻ കിടപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് NaCl ഫോം ചെയ്തു, പ്ലസ് H2O ഫോം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെ നമ്മളൊന്ന് ചൂടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇത് എന്ത് ചെയ്യത്തില്ല, തിരിച്ചിതിലോട്ട് പോകത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഉദാഹരണമാണ്. ഇനി നമ്മളിവിടെ ഫോം ചെയ്ത NH3 ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് റോഡിൽ HClനെ ഡിപ്പ് ചെയ്ത് മൗത്തിൽ കൊണ്ട് വെച്ചപ്പോൾ അവിടെ എന്തുണ്ടായി? ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടായി. ആ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? അത് NH4Cl ആണ്. അതെന്താണ്? NH4Cl ആണ്. ഇനി ഈ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എന്താ പറ്റിയത്? NH3യും HClഉം പരസ്പരം റിയാക്ട് ചെയ്ത് NH4Cl ഉണ്ടായി. ഈ NH4Clനെ നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ തന്നെ എന്ത് പറ്റും? ഇത് തിരിച്ചു പോകും. അപ്പോൾ ഇത് എന്തിന് ഉദാഹരണമാണ്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷന് ഉദാഹരണമാണ്. എന്തിന് ഉദാഹരണമാണ്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ഇറിവേഴ്സിബിളും റിവേഴ്സിബിളുമായ റിയാക്ഷൻസ് കണ്ടു. അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണോ? ഇറിവേഴ്സിബിൾ എന്ന് മാറി വരുന്നു അല്ലേ? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന എക്സ്പെരിമെൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം അല്ലേ? എന്ത് പറ്റി? നമ്മൾ അമോണിയയെയും ഹൈഡ്രോജൻ ക്ലോറൈഡ് അഥവാ നമ്മുടെ HClനെയും ഒരു ഗ്ലാസ് ട്യൂബിൽ ഇട്ടപ്പോഴത്തേക്കും നമുക്ക് ആദ്യം എന്ത് കിട്ടി? NH4Cl കിട്ടി. അതിനെ ഒന്ന് ചൂടാക്കിയപ്പോൾ എന്ത് പറ്റി? അത് ഡീകമ്പോസ് ചെയ്ത് വീണ്ടും NH3യും HClുമായിട്ട് മാറി. വിച്ച് ഷോസ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉത്തരം എഴുതാം അല്ലേ? ഈ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ഉത്തരമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് എഴുതിയാലോ? റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്ത കെമിക്കൽ റിയാക്ഷൻ എന്താണ്? NH3
പ്ലസ് HCl ഗീവ്സ് NH4Cl. വാട്ട് ആർ ദ റിയാക്റ്റൻ്റ് ഇൻ ദ റിയാക്ഷൻ? റിയാക്റ്റൻ്റ് ഏതൊക്കെയായിരുന്നു? NH3യും HClഉം. പ്രോഡക്റ്റ് എന്തായിരുന്നു? NH4Cl. അപ്പോൾ നോക്കിയേ, ദ റിയാക്ഷൻ ഇൻ വിച്ച് റിയാക്റ്റൻ്റ് ആർ കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തന്നിരുന്നു. റിയാക്റ്റൻ്റ് ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് ഫോർവേഡ്. അടുത്ത് നോക്കി രണ്ടാമത്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസിഷൻ എങ്ങനെയാണ് നടന്നത്? NH4Cl ചൂടാക്കിയപ്പോൾ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറി? NH3യും HClഉം ആയിട്ട് മാറി. നോക്കടാ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ദ റിയാക്ഷൻ ഇൻ വിച്ച് പ്രോഡക്റ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു റിയാക്റ്റൻ്റ് ഈസ് കോൾഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ തിരിച്ചു വന്ന ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ബാക്ക്വേർഡ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ബാക്ക്വേർഡ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇത് രണ്ടിനെ ഒന്ന് ഒരുമിച്ച് എഴുതി കൂടെ. NH3യും HClഉം അങ്ങോട്ട് പോയാൽ NH4Cl കിട്ടും, ഇങ്ങോട്ട് വന്നാൽ NH3യും HClഉം കിട്ടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നത് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു സിമ്പൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു സിമ്പൽ, അങ്ങോട്ടൊരു ആരോ മാർക്ക്, ഇങ്ങോട്ടൊരു ആരോ മാർക്ക്. അപ്പോൾ ഇത് എന്തിനെ കാണിക്കും? ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അത് ഇരുവശങ്ങളിലോട്ടും രണ്ട് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്തരത്തിൽ രണ്ട് വശത്തോട്ടും നടക്കുന്ന റിയാക്ഷനുകളെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് വിളിക്കുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻറ്റും ആകും, റിയാക്റ്റൻ്റ് ചേർന്ന് പ്രോഡക്റ്റും ആകുന്ന റിയാക്ഷൻസ് ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അതിൽ അങ്ങോട്ട് പോകുന്നതിന് റിയാക്റ്റൻ്റ് മാറുന്നതിന് ഫോർവേഡ് എന്നും പ്രോഡക്റ്റ് തിരിച്ചാവുന്നതിന് ബാക്ക്വേർഡ് എന്നും വിളിക്കും. ഈ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. താഴെ ഇവിടെ കുറച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോർവേഡും ബാക്ക്വേർഡും നമുക്കൊന്ന് എഴുതാം. N2 + 3H2 gives 2NH3. നമ്മൾ ഹേബർ പ്രോസസ്സ് നടന്നത് അല്ലേ? അപ്പോൾ അടുത്ത ഫോർവേഡ് റിയാക്ഷൻ ഏതായിരിക്കും? N2 + 3H2 gives എന്താണ്? 2NH3. ഇതാണ് അവിടുത്തെ ഫോർവേഡ്. ബാക്ക്വേർഡ് എന്ന് വെച്ചാൽ എന്താ? പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആവും. അപ്പോൾ എന്തായിരിക്കും? 2NH3 decomposes to produce N2 + 3H2 ആണ് അവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ. അതേപടി നമുക്ക് ഇതൊന്ന് എഴുതാനും പറ്റും. ഇതും എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. സമയം ലാഭിക്കാനായിട്ട് ഞാനിവിടെ നോട്ടിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് എഴുതാം. ഓക്കെ. അപ്പോൾ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നത് ഫോർവേഡ്. എന്താണ് ബാക്ക്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് കൺവേർട്ട് ചെയ്ത് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്നതാണ് ബാക്ക്വേർഡ്. അപ്പോൾ തന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ 2SO2 + O2 gives 2SO3യിൽ SO2 O2മായി ചേർന്ന് SO3 ആകുന്ന ഇത് ഫോർവേഡ്. തിരിച്ച് ഇവൻ 2SO3 SO2ഉം O2 ആയിട്ട് മാറുന്നത് ബാക്ക്വേർഡ്. ഇവിടെയും H2ഉം I2ഉം ചേർന്ന് 2HI ആയിട്ട് മാറും. അപ്പോൾ ഈ പറഞ്ഞ H2 I2ഉം ചേർന്ന് 2HI ആയിട്ട് മാറുന്നത് ഫോർവേഡ്. തിരിച്ച് 2HI H2 I2 ആയിട്ട് മാറുന്നത് ബാക്ക്വേർഡ്. അപ്പോൾ ഇതാണ് ഫോർവേഡ്, ബാക്ക്വേർഡ്, റിവേഴ്സിബിൾ റിയാക്ഷൻ. സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിക്കും, ഒരു ബന്ധമില്ലാതെ ഞാൻ ചുമ്മാ ഈ റിയാക്ഷൻ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഞാനിത് എന്തിനു വേണ്ടി പറഞ്ഞു എന്നൊരു ഐഡിയ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ആദ്യമേ ഒന്ന് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് യൂസ്ഫുള്ളായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആയെങ്കിൽ ആയെന്നും അല്ലെങ്കിൽ അല്ലെന്നും പറയാൻ മടിക്കേണ്ട. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് ആ ഇറിവേഴ്സിബിൾ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഇവിടെ ഒന്ന് നോക്കാം. NaOHും HClഉം കൂടെ ചേർന്നിട്ട് NaClഉം H2Oവുമായി. ഇവിടെ നമ്മൾ ഒന്ന് ചൂടാക്കിയത് കൊണ്ടോ തണുപ്പിച്ചത് കൊണ്ടോ പ്രഷർ കൂട്ടിയത് കൊണ്ടോ ഒന്നും ഒരിക്കലും ഇവൻ തിരിച്ചെന്ത് ചെയ്യത്തില്ല, ഇവനായിട്ട് മാറത്തില്ല. ആരോ മാർക്ക് ഒരു ദിശയിലോട്ട് മാറാം മാത്രം. അതിൻ്റെ അർത്ഥം ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. C + O2 gives CO2 ശരി, NaCl + AgNO3 gives NaNO3 + AgCl ആയാലും ഇവിടെ എല്ലാം എന്ത് മാത്രമേ ഉള്ളൂ? ഫോർവേഡ് മാത്രമേ ഉള്ളൂ, റിവേഴ്സ് ഇല്ല. അതുകൊണ്ട് ആരോ മാർക്ക് ഒരു വശത്തോട്ട് മാത്രം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, in all these reactions reactant react to give product. However, at the same condition the product do not change to reactant. Product എന്ത് ചെയ്യത്തില്ല? സ്വയം ചേഞ്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറത്തില്ല. അപ്പോൾ ഇത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇർറിവേഴ്സിബിൾ റിയാക്ഷനുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഇർറിവേഴ്സിബിൾ റിയാക്ഷനുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി റിവേഴ്സിബിളും ഇർറിവേഴ്സിബിളും നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. റിവേഴ്സിബിളും ഇർറിവേഴ്സിബിളും അവസാനിപ്പിക്കും. അപ്പോൾ രണ്ട് തരം കെമിക്കൽ റിയാക്ഷൻസ് ആണുള്ളത്.
റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇങ്ങനെ 2 ആരോ മാർക്ക്, അതായത് 2 വശത്തോട്ടും ഒക്കെ കാണിക്കുന്നതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് NH3+HCl, NH4Cl ആകും. അതിലെ ഫോർവേഡ് എന്താണ്, ബാക്ക്വേഡ് എന്താണ്? നമ്മൾ പഠിച്ച അമോണിയയുടെ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ഏത്? ആ N2+3H2 gives 2NH3. അതും ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇനി പ്രോഡക്റ്റ് സ്വന്തമായിട്ട് റിയാക്റ്റൻ്റ് ആയിട്ട് മാറാത്ത റിയാക്ഷനുകളാണ് ഇറിവേഴ്സിബിൾ. അവിടെ ഒരു ആരോ മാർക്ക് മാത്രമേ കാണത്തുള്ളൂ. NaOHൻ്റെയും CO2ൻ്റെയും NaClൻ്റെയും AgNO3യുടെ റിയാക്ഷൻസ് ഒക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഇറിവേഴ്സിബിൾ റിയാക്ഷനുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കയറിയെങ്കിൽ നമ്മൾ ഇവിടെ വ്യത്യാസം തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ചിലപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ഇവിടെ വെച്ച് നിർത്തണം. ഇനി പുതിയ ടോപ്പിക്കാണ്. ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞു അല്ലേ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റിയാണ്. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു റിയാക്റ്റൻറ്റുകൾ ചേർന്ന് എന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും അല്ലേ? റിയാക്റ്റൻറ്റുകൾ ചേർന്ന് എന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും. റിയാക്റ്റൻറ്റുകൾ ചേർന്ന് പ്രോഡക്റ്റായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഈ പറയുന്ന പ്രോഡക്റ്റ് തിരിച്ച് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് തിരിച്ച് ഡീകമ്പോസ് ചെയ്തിട്ട് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു ബാലൻസ് വേണ്ടേ? അല്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുത്തം മാറി മറ്റവനാവുന്നു, മറ്റോ മാറി ഇവനാവുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കൂലേ? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനാണ് നമ്മളിനി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ റിയാക്റ്റൻറ്റുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അമോണിയയുടെ ഫോർമേഷനായിട്ടുള്ള ഹേബർ പ്രോസസ്സിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് നമ്മളിത് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നോക്കിക്കോ, റിയാക്റ്റൻ്റ് ചേർന്ന് പ്രോഡക്റ്റ് തിരിച്ച് എന്തായിട്ട് മാറും? റിയാക്റ്റൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടേ ഇരുന്നതിനെ പറ്റുമോ? ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് രണ്ടും എന്തായിട്ട് മാറണം? ഈക്വലായിട്ട് മാറണം. അങ്ങനെ ഈക്വലായിട്ട് മാറുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഈ ഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇവിടുത്തെ ഗ്രാഫിൽ എക്സിൽ എന്താണ്, വൈയിൽ എന്താണ്? അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ വൈ ആക്സിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ? റേറ്റ് ഓഫ് റിയാക്ഷൻ. എക്സിലാണെങ്കിൽ ടൈമാണ് തന്നിട്ടുള്ളത്. റിയാക്ഷൻ തുടങ്ങുകയാണേ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 0. സമയം 1, 2, 3, 4, 5 എന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. റിയാക്ഷൻ്റെ തോത് എത്രത്തോളം റിയാക്ഷൻ നടക്കുന്നു? 1, 2, 3, 4, 5 എന്നിങ്ങനെ പോകുന്നു വിചാരിക്കുക. അപ്പോൾ റിയാക്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ N2, നിങ്ങൾക്കറിയാമല്ലോ അമോണിയയുടെ പ്രോസസ്സിൻ്റെ റിയാക്ഷൻ എന്താണ്? N2 ചേരുന്നു 3H2വുമായിട്ട്, എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? 2NH3 ഫോം ചെയ്യുന്നു. ഇതാണല്ലോ നമ്മുടെ റിയാക്ഷൻ. എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് N2നെയും കുറച്ച് H2നെയും എടുത്തിടുന്നു. അപ്പോഴത്തേക്ക് ഇവർ രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? NH3 ആയിട്ട് മാറും. റിയാക്ഷൻ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ആദ്യം വരെ മിക്സ് ചെയ്തിടുന്നത്. അപ്പോൾ എന്ത് പറ്റും? റേറ്റ് ഓഫ് റിയാക്ഷൻ മാക്സിമം ആയിരിക്കും അല്ലേ? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും? ഈ പോയിന്റിലായിരിക്കും. ഇവിടെ വെച്ച് എന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്? N2ഉം H2ഉം ചേർന്ന് NH3 ആവുകയാണ്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കും തോറും സമയം മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം, സമയം മുന്നോട്ട് പോകും തോറും ഈ പറയുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ ആദ്യം കുറേ റിയാക്റ്റൻ്റ് ഉണ്ടല്ലോ, അവർ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എത്രത്തോളം റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ആദ്യം ഒരുപാട് റിയാക്റ്റൻറ്റുകളുണ്ട്, അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, റിയാക്ഷൻ സ്മൂത്തായിട്ട് നടക്കും. ഇനി ഇവിടുത്തെ റിവേഴ്സിബിൾ റിയാക്ഷൻ ഏതായിരുന്നു? NH3 തിരിച്ച് N2H2 ആയിട്ട് മാറണം. പക്ഷേ നമുക്ക് ആലോചിച്ച് നോക്കി, റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം റിയാക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ, അവിടെ പ്രോഡക്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. NH3 അവിടെ ഉണ്ടായി തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ NH3 തിരിച്ച് N2H2 ആയിട്ട് മാറുന്നത് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 0ത്തിൽ നിന്ന് തുടങ്ങാമല്ലോ. അതായത് റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് റിവേഴ്സിബിൾ ആയിട്ടുള്ള സെക്കൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ ഉണ്ടാവത്തില്ല, ഫോർവേഡ് മാത്രമേ ഉള്ളൂ. സമയം കഴിയും തോറും നോക്കിക്കോളാം, സമയം കഴിയും തോറും NH3യുടെ അളവ് കൂടി വരും, N2ൻ്റെ H2ൻ്റെ അളവ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് റിയാക്ഷൻ റേറ്റ് എന്ത് ചെയ്തത്? ഇങ്ങനെ കുറഞ്ഞു വന്നത്. സമയം കഴിയും തോറും താഴോട്ടായിട്ട് വന്നത്. പിടികിട്ടിയോ? ഇപ്പം ഞാൻ പറയുകയാണെ 10 N2ഉം 10 H2ഉം ഞാൻ എടുത്തു, രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തു.
മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഓരോ സെക്കൻഡിലും നിങ്ങൾ ഓരോ N2H2 തമ്മിൽ റിയാക്ട് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ സെക്കൻഡ് ആയപ്പോഴത്തേക്കും പിന്നെ ബാക്കി എത്രയുണ്ട്? 9 N2ഉം 9 H2 ഉള്ളൂ, ഒരു NH3 ഉണ്ടായി. അടുത്ത് 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും 8 8 2 NH3 ആയി. അടുത്ത് 7 7 3 NH3 ആയി. അപ്പോൾ നോക്കി, റിയാക്ഷൻ്റെ അളവ് ആദ്യം 9 ഉണ്ടായിരുന്നു, അതിങ്ങനെ അപ്പോൾ റിയാക്റ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, പ്രോഡക്റ്റിൻ്റെ അളവ് കൂടി വരുന്നു, റിയാക്ഷൻ്റെ തോത് കുറഞ്ഞു വരുന്നു. അപ്പോഴത്തേക്ക് NH3 ഉണ്ടായി തുടങ്ങിയല്ലോ. NH3 ഉണ്ടായി തുടങ്ങുമ്പോൾ എന്ത് പറ്റും? റിവേഴ്സിബിൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഈ NH3 ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് മാറി തുടങ്ങും. അപ്പോൾ അതാണ് ഇങ്ങോട്ട് പറയുന്നത്. കണ്ടോ, സമയം ഇങ്ങോട്ട് കൂടി പോകും തോറും, സമയം ഇങ്ങോട്ട് കൂടുന്തോറും ഇവിടെ ഉണ്ടായ NH3 തിരിച്ച് N2ഉം H2 ആയിട്ട് മാറും. അതാണ് ഇങ്ങോട്ട് കൂടി പോകുന്നത്. കാരണം സമയം കഴിയുന്തോറും റിയാക്റ്റൻ്റ് കുറയുന്നു, പ്രോഡക്റ്റ് കൂടുന്നു. അപ്പോൾ പ്രോഡക്റ്റ് കൂടുമ്പോൾ നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുന്നു. അങ്ങനെ കൂടി മുകളിലോട്ട് പോകും. ഇത് കുറഞ്ഞു മുകളിലോട്ട് വരും. അങ്ങനെ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ ഒന്നും മാറ്റം വരുന്നില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളം റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുമോ അത്രത്തോളം പ്രോഡക്റ്റ് എന്തായിട്ട് മാറും? റിയാക്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവർക്കിടയിൽ ഒരു ബാലൻസ് വരും. ആ ബാലൻസ് വരുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ നോക്കാം. The formation of ammonia by the reaction of nitrogen and hydrogen is a reversible reaction. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആയിക്കോട്ടെ. എ ഗ്രാഫ് റിലേറ്റഡ് ടു ദ റേറ്റ് ഓഫ് റിയാക്ഷനും സമയവും തമ്മിലുള്ള ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്, റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നൈട്രോജനും ഹൈഡ്രോജനും കൂടിച്ചേർന്ന് അമോണിയ ആകുന്നു. എന്നാൽ റിയാക്ഷൻ തുടങ്ങുന്ന ഇതേ സമയത്ത് തന്നെ നമ്മുടെ അമോണിയ തിരിച്ച് നൈട്രോജനും ഹൈഡ്രോജനും ആകുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഈ പോയിന്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? റേറ്റ് കുറവെന്നല്ലേ, ഒന്നെന്നല്ലേ കാണിക്കുന്നത്. ഈ പോയിന്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? റേറ്റ് കൂടുതലെന്നല്ലേ കാണിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓൺലി ദ റിയാക്റ്റൻ്റ് ആർ പ്രസന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റിയാക്ഷൻ തുടങ്ങുമ്പോൾ, സമയം 0 ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 1 സെക്കൻഡ് ആയിരിക്കുമ്പോൾ റിയാക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ റിയാക്ഷൻ പ്രോഗ്രസ്? എങ്കിൽ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും നടക്കുന്നത്? നമുക്കറിയാം, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നത് ഫോർവേഡ് ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഏത് റിയാക്ഷൻ മാത്രമായിരിക്കും? ഫോർവേഡ് മാത്രമായിരിക്കും. അടുത്ത്, അതായത് ആദ്യ റിയാക്റ്റൻ്റ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അത് പ്രോഡക്റ്റായിട്ട് മാറുകയല്ലേ, അപ്പോൾ അത് ഫോർവേഡ്. അടുത്ത്, വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആസ് ദ ടൈം പ്രൊസീഡ്സ്? സമയം മുന്നോട്ട് പോകുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ അളവിന് എന്താ സംഭവിക്കുന്നത്? റേറ്റിന് എന്താ സംഭവിക്കുന്നത്? റേറ്റ് ഡിക്രീസസ് ആസ് റിയാക്റ്റൻ്റ് ഈസ് കൺസ്യൂംഡ്, അല്ലേ? അപ്പോൾ റിയാക്റ്റൻ്റുകൾ കൺസ്യൂമായി തീരുന്നത് കൊണ്ട് തന്നെ റേറ്റ് ഓഫ് റിയാക്ഷൻ സമയം കഴിയുന്തോറും കുറയും. ഏത്? ഫോർവേഡ് റിയാക്ഷൻ്റെത്. വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ആസ് ദ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന് എന്ത് സംഭവിക്കും? പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യും, അല്ലേ? സമയം കഴിയുന്തോറും റിയാക്റ്റൻ്റ് കുറഞ്ഞു വരുന്നു, പ്രോഡക്റ്റ് കൂടി വരുന്നു. അടുത്ത്, ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ? അതായത് സമയം കഴിയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? ഗ്രാഫ് നോക്കിയേ. സമയം മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്ത് പോവുകയാണ്? കൂടി പോവുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ഇനി ഐഡന്റിഫൈ ദ പോയിന്റ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. ഫോർവേഡും ബാക്ക്വേർഡും ഈക്വൽ ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? എ എന്ന് പറയുന്ന പോയിന്റാണ്. ഏത് പോയിന്റിലാണ്? എ എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം. കണ്ടോ, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നതും അടുത്ത് പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്നതിൻ്റെയും അളവ് എന്തായിട്ട് വരും? തുല്യമായിട്ട് വരുന്ന സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് കോൾഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ പോയിന്റിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ കൊണ്ട് നിങ്ങൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ് എന്താണ്? ഹേബർ പ്രോസസ്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഹേബർ പ്രോസസ്സിൻ്റെ ഗ്രാഫ് എന്താണ് കാണിക്കുന്നത്? നൈട്രോജനും ഹൈഡ്രോജനും കൂടി ചേർന്ന് അമോണിയ ആകുന്നതും തിരിച്ച് അമോണിയ
തിരിച്ച് റിയാക്റ്റൻ്റായിട്ട് മാറുന്നതും നമ്മൾ കാണിക്കുന്ന ഗ്രാഫാണ് ഈ ഗ്രാഫ്. ഇവിടെ ആദ്യം തുടങ്ങുമ്പോൾ റിയാക്റ്റൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ആയിരിക്കും, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറും. അതുകൊണ്ടാണ് ആ ഗ്രാഫിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്ത് കാണുന്നത്, ആദ്യത്തെ പോയിന്റിൽ എന്ത് കാണുന്നത്, ഫോർവേഡ് റിയാക്ഷൻ ആയിട്ടുള്ള N2 പ്ലസ് H2 3H2 ഗീവ്സ് 2NH3 എന്നത് ആദ്യം കാണുന്നത്. ഫോർവേഡ് റേറ്റ് ആസ് ദ ടൈം പ്രൊസീഡ്സ്, സമയം മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഗ്രാഫ് താഴോട്ട് വരുന്നതാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയുകയാണ്. എന്തുകൊണ്ട്, റിയാക്റ്റൻ്റ് കൺസ്യൂം ആയി പോകുന്നത് കൊണ്ട്. ഡിക്രീസസ് ഗ്രാജുവലി ആസ് ദ റിയാക്റ്റൻ്റ് ഗെറ്റ് കൺസ്യൂംഡ്. അടുത്ത് പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ, അതായത് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അമോണിയ, അതിൻ്റെ കോൺസെൻട്രേഷൻ സമയം കാണുന്നതനുസരിച്ച് എന്ത് പറ്റും, കൂടി വരും അല്ലേ. പ്രോഡക്റ്റ് അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടി വരും. ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് എന്താ, ഇൻക്രീസസ് ആസ് ദ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബിൽഡപ്പ് അല്ലേ. സമയം കഴിയുന്തോറും കൂടുതൽ അമോണിയ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ അമോണിയ തിരിച്ച് എന്താവാൻ തുടങ്ങും, നൈട്രജനും ഹൈഡ്രജനായിട്ട് മാറി തുടങ്ങും. അതാണ് സമയം കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടി വരുന്നത്. അങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഇത് രണ്ടും തുല്യമായിട്ട് മാറും. ആ പോയിന്റാണ് എ എന്ന് പറഞ്ഞ് കാണിച്ച പോയിന്റ്. അങ്ങനെ കാണുന്ന ആ റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. സോ ദ സ്റ്റേജ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് കോൾഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റി പറഞ്ഞ ഒരു നിയമമാണ് ലേ ഷാഡ്ലെ പ്രിൻസിപ്പിൾ. ഇതിന് ചാർട്ട് ലെയർ എന്നൊന്നും പറയത്തില്ല, ഈ CHA ഷാ എന്നൊരു ഉച്ചാരണമാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. സോ ലേ ഷാഡ്ലേസ് പ്രിൻസിപ്പിൾ എന്നാണ് സാധാരണ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്നെ പഠിപ്പിച്ചവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നത്. മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ലേ ഷാഡ്ലെ പ്രിൻസിപ്പിൾ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുത്താൽ ഇത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് സ്വന്തമായിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കോളും. ഇനി ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിൽ തന്നെ നിന്നോളും. പക്ഷേ നമ്മളവിടെ അതിൻ്റെ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ റിയാക്ഷൻ സ്വയം ആ ഉണ്ടായ ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച് ആൻഡ് അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. പിടികിട്ടിയോ? അതായത് ഇപ്പോൾ നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മുടെ ദൃശ്യ സിനിമയുടെ കഥ പറഞ്ഞാൽ മതി അല്ലേ. ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വീട്ടിൽ കയറി വന്നപ്പോൾ അതിഥി എന്ത് ചെയ്തു, ആ തട്ടി ചാക്കിലാക്കി കൊണ്ട് കുഴിച്ചിട്ടു. അതായത് അവൻ്റെ ഇഫക്റ്റ് ഇല്ലാണ്ടാക്കി. അതിന് സിസ്റ്റം സ്വന്തമായിട്ട് എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. അതുപോലെ മര്യാദയ്ക്ക് N2-ഉം 3H2-ഉം അങ്ങോട്ട് പോയിട്ട് 2NH3 ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് കുറേ 2NH3 വീണ്ടും റിയാക്ട് ചെയ്ത് N2-ഉം 3H2-ഉമായിട്ട് മാറി ഇവരിങ്ങനെ ഇക്വിലിബ്രിയത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും കൂടുതൽ റിയാക്റ്റൻറ്റിനെ കൊണ്ടുവരികയോ കൂടുതൽ പ്രോഡക്റ്റിനെയോ കൊണ്ടുവന്നാൽ ഈ പറയുന്ന സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവം സ്വയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഴയ ഇക്വിലിബ്രിയത്തിലോട്ട് എത്താനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഇക്വിലിബ്രിയത്തിലോട്ട് എത്താനായിട്ട് ശ്രമിക്കും. അതായത് അങ്ങോട്ടും ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് എപ്പോഴും ഈക്വൽ ആക്കാൻ ശ്രമിക്കും. അത് കോൺസെൻട്രേഷനിൽ മാറ്റം വന്നാലും ശരി, പ്രഷറിൽ മാറ്റം വന്നാലും ശരി, ടെമ്പറേച്ചറിൽ മാറ്റം വന്നാലും ശരി, അല്ല ഇനി ഏതെങ്കിലും കാറ്റലിസ്റ്റിനെ കൊണ്ടുവന്നാലും ഇത് സ്വയം പ്രവർത്തിച്ച് മാറും അല്ലെങ്കിൽ മാറാൻ ശ്രമിക്കും. ഇത് എക്സ്പെരിമെൻറ്റിലൂടെ ആര് കണ്ടെത്തി? ലേ ഷാഡ്ലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടെത്തി. അതുകൊണ്ട് ആ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ലേ ഷാഡ്ലേസ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ലേ ഷാഡ്ലേസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്താണ് പറയുന്നത്? when the concentration, pressure or temperature of a system at equilibrium is changed, the system will adjust itself so as to nullify the effect of that change and attain a new state of equilibrium, and this is called ലേ ഷാഡ്ലേസ് പ്രിൻസിപ്പിൾ. ഇതിനെയാണ് നമ്മൾ ലേ ഷാഡ്ലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറേ റിയാക്റ്റൻറ്റുകളെ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്തു, അവർ സ്വയം റിയാക്ട് ചെയ്ത് തുടങ്ങി. അത് റിവേഴ്സിബിൾ ആണെങ്കിൽ തിരിച്ച് പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറുകയും ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിയും. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലുള്ള എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ സിസ്റ്റം സ്വയം ആ പറയുന്ന ചേഞ്ചിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. അതെങ്ങനെ ശ്രമിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ആയി കാണുമല്ലോ. സോ വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ or temperature of a system at equilibrium is changed,
the system will adjust itself so as to nullify the effect of that change and attain a new state of equilibrium. ഇതിനെയാണ് ലേ ഷാർലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേ ഷാർലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലേ ഷാർലേസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റും അല്ലെങ്കിൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും കോ എക്സിസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്കവിടെ റിയാക്റ്റൻറ്റിനെയും കാണാൻ പറ്റും. നമുക്കവിടെ എന്തിനെ കാണാൻ പറ്റും? റിയാക്റ്റൻറ്റിനെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കവിടെ ആരെയും കാണാൻ പറ്റും? പ്രോഡക്റ്റിനെയും കാണാനായിട്ട്. നമുക്കവിടെ റിയാക്റ്റൻറ്റിനെയും കാണാൻ പറ്റും, പ്രോഡക്റ്റിനെയും കാണാൻ പറ്റും. ഇവരായിരിക്കും അവിടുത്തെ റിയാക്റ്റൻറ്റ്, ഇവരായിരിക്കും അവിടുത്തെ പ്രോഡക്റ്റ്. നമ്മളതൊരു പാത്രത്തിൽ ഇപ്പോൾ മിക്സ് ചെയ്യുന്നതായിട്ട് ചിന്തിച്ചാൽ അവിടെ നോക്കുമ്പോൾ നമുക്കവിടെ രണ്ടുപേരെയും കാണാനായിട്ട് പറ്റും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ആ ഒരു സമയത്തിൽ ഈക്വൽ ആയിരിക്കും. അങ്ങോട്ട് പോകുന്നതാണ് ഫോർവേഡ്, തിരിച്ചു വരുന്നതാണ് ബാക്ക്വേർഡ്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ഈവൻ ആഫ്റ്റർ അറ്റൈനിങ് ഇക്വിലിബ്രിയം ദ റിയാക്റ്റൻറ്റ് മോളിക്യൂൾ റിയാക്ട് ടു ഫോം പ്രോഡക്റ്റ് മോളിക്യൂൾ ആൻഡ് അറ്റ് ദ സെയിം റേറ്റ് ദ പ്രോഡക്റ്റ് മോളിക്യൂൾ റിയാക്ട് ടു ഫോം ദ റിയാക്റ്റൻറ്റ് മോളിക്യൂൾ. എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ റിയാക്ഷൻ അവിടെ നിന്നു എന്നല്ല. അതായത് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് ഇവനും ചേർന്ന് ഈ പ്രോഡക്റ്റും ആകും, ഈ പറയുന്ന പ്രോഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് റിയാക്റ്റൻറ്റും ആകും. പക്ഷേ ഇതിൻ്റെ അളവ് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ 2 നൈട്രോജനും 2 ഹൈഡ്രോജനും, ഇത് എണ്ണം ഞാൻ ചുമ്മാ പറയുന്നതാണ്, ചേർന്ന് ഒരു NH3 ആയാൽ ഈ ഒരു NH3 ഡീകമ്പോസ് ചെയ്തിട്ട് 2 നൈട്രോജനും 2 ഹൈഡ്രോജനും ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അത് തുല്യമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഹെൻസ് ദ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം. എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് സ്റ്റാറ്റിക് അല്ല. ഡൈനാമിക് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ചലനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതായത് റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നു, പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറുന്നു, അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 4, വെൻ നത്തിങ് ന്യൂ ഈസ് ആഡഡ്. പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും? അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കും. ആ സിസ്റ്റത്തിന് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇക്വിലിബ്രിയത്തിൽ എത്താൻ പറ്റുള്ളൂ. അതായത് കഷ്ടപ്പെട്ട് നൈട്രോജൻ ഹൈഡ്രോജനും കൂടെ ഒരു ധാരണയിലൊക്കെ എത്തിയിട്ട് ഈക്വൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും പുതിയ കുറേ നൈട്രോജനെ കൊണ്ടിട്ട് കൊടുത്താൽ അത് ഇക്വിലിബ്രിയത്തിലെത്തുമോ? ഇല്ല. വീണ്ടും അത് ഇക്വിലിബ്രിയത്തിലെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ അതെന്തായിരിക്കണം? അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. അതെന്തായിരിക്കണം? അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. അതാണ് 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മളൊരു പോയിൻ്റായിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത്? ഒന്ന്, ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ റിയാക്റ്റൻറ്റുകളെയും പ്രോഡക്റ്റുകളെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും, കോ എക്സിസ്റ്റ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും അവിടെ തുല്യമായിരിക്കും. ഇനി ഇക്വിലിബ്രിയം എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ റിയാക്റ്റൻറ്റ് ചേർന്ന് പ്രോഡക്റ്റ് ആവുന്നത് നിന്നു എന്നർത്ഥമില്ല. അപ്പോൾ റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റുമാകും. പക്ഷെ അതേ തോതിൽ എത്ര എണ്ണമാണോ അങ്ങോട്ട് പോകുന്ന അതേ തോതിൽ പ്രോഡക്റ്റ് തിരിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്? റിയാക്റ്റൻ്റ് ആയിട്ടും മാറുന്നുണ്ട്. അതെന്ത് ചെയ്യരുത്? വിട്ട് പോകരുത്. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. 3, നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് തന്നെ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ അതെന്തായിരിക്കണം? അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. എന്ന് വെച്ചാൽ പുറത്തു നിന്ന് ഒന്നിനെയും നമ്മൾ ആഡ് ചെയ്യാത്ത പക്ഷം മാത്രമേ അത് ഇക്വിലിബ്രിയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. പുറത്തു നിന്ന് നമ്മൾ എന്തിനേലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ലേ ഷാർലെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അല്ലെ അത് വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഒന്നേന്ന് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്. സെറ്റാണല്ലോ. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒന്ന്, ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റുകളും കോ എക്സിസ്റ്റ് ചെയ്യുന്നു. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും അവിടെ തുല്യമായിരിക്കും. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ അവിടെ റെസ്റ്റായി സ്റ്റാറ്റിക്കായി എന്നൊരു അർത്ഥമില്ല. റിയാക്റ്റൻറ്റുകൾ അപ്പോഴും പ്രോഡക്റ്റായി മാറുന്നുണ്ട്, പ്രോഡക്റ്റുകൾ തിരിച്ച് വീണ്ടും റിയാക്റ്റൻറ്റുകളായിട്ട് മാറുന്നുണ്ട്. അത് എപ്പോഴും ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂവ്മെൻറ്റുകളുള്ള ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. അവിടെ നമ്മൾ പുറത്തുനിന്ന് ആരെയിലൊക്കെ കൊണ്ടുവന്നാൽ ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, വീണ്ടും ഇക്വിലിബ്രിയം എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ ഇക്വിലിബ്രിയം എത്തണമെങ്കിൽ പുറത്തുനിന്ന് ആരെയും നമ്മൾ ആഡ് ചെയ്യരുത്. അപ്പോൾ ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും ആ സിസ്റ്റം ബിഹേവ് ചെയ്യുന്നത്? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയത്തിൽ ലേ ഷാർലേസ് പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ, ഒരു റിയാക്റ്റൻറ്റ് ചേർന്നിട്ട് പ്രോഡക്റ്റ് ആവുന്നു.
ഇതിൽ എന്തെങ്കിലും സാധനം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ മാറ്റത്തെ ക്യാൻസൽ ചെയ്യാൻ ഈ സിസ്റ്റം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസെൻട്രേഷനിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും, പ്രഷറിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചറിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും, കാറ്റലിസ്റ്റുകളെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകും, ശ്രദ്ധിച്ച് കേൾക്കണം. സോ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യുന്നത്? ഇത് വളരെ ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എടാ, നമ്മളെ കറി ഉണ്ടാക്കുക, കറിയിൽ ഇച്ചിരി ഉപ്പ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനെ എന്ത് ചെയ്യും? അങ്ങ് ബാലൻസ് ചെയ്യും അല്ലേ? അതുപോലെ ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടിയാൽ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാവണം, അതാണല്ലോ കളി. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാവണം, അതാണല്ലോ കളി. അപ്പോൾ ഇടതുവശത്തുള്ളൊരുത്തം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യും? വലതുവശത്തുള്ളവനെ അതനുസരിച്ച് കൂട്ടണം. അപ്പോൾ എങ്ങനെ നടക്കും? ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം N2, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ശ്രദ്ധിക്കാനായിട്ട്. N2ഉം H2ഉം ചേർന്ന് NH3 ആയി. ഇവിടെ ഒരു N2ഉം 3 H2ഉം ചേർന്ന് 2 NH3 ആയിട്ട് മാറി. ഇപ്പം നമ്മൾ നൈട്രോജൻ്റെ അളവ് ഇവിടെ ഒന്ന് കൂട്ടി എന്ന് വിചാരിക്കുക. ഇവിടുത്തെ നൈട്രോജൻ്റെ അളവ് കൂട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? നൈട്രോജൻ്റെ അളവ് കുറയ്ക്കും. ഇവിടെ നൈട്രോജൻ്റെ അളവ് എങ്ങനെ കുറയ്ക്കും? ഉള്ള നൈട്രോജനെ അമോണിയാക്കി മാറ്റിയാൽ പോരെ? ഈ എക്സ്ട്രാ വന്ന നൈട്രോജനെ അമോണിയാക്കി മാറ്റി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഇപ്പോൾ കൂടിയ അളവ് അങ്ങ് കുറഞ്ഞോളും. അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടി ഹൈഡ്രോജൻ ഉപയോഗിക്കും, കുറച്ചുകൂടി കൂടുതൽ അമോണിയ ഫോം ചെയ്യും. അങ്ങനെ കൂടുതലായി കഴിയുമ്പോഴത്തേക്കും വീണ്ടും സിസ്റ്റം എന്തിലോട്ട് വരും? ഇക്വിലിബ്രിയത്തിലോട്ട് വരുമല്ലോ അല്ലേ? വാട്ട് ചേഞ്ചസ് ആർ മെയ്ഡ്? ഓക്കെ, when more nitrogen, അല്ലേ? നോക്കിയേ, if the concentration of one of the reactant, that is nitrogen, is increased in the system, എങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ അമോണിയ ഫോം ചെയ്യുമല്ലോ. അപ്പോൾ അമോണിയ ഫോം ചെയ്യണമെങ്കിൽ കൂടുതൽ ഹൈഡ്രോജൻ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഹൈഡ്രോജൻ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു, നൈട്രോജൻ കൂടുതലെത്തി, കൂടുതൽ അമോണിയ ഉണ്ടായി. അപ്പോൾ എന്താണിത്? ഫോർവേഡ് റിയാക്ഷൻ അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുമോ? ഇല്ല. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്യത്തില്ല. കാരണം റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ ഇപ്പോൾ ഈ കൂടി നിൽക്കുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അൺബാലൻസ് ആയി പോകത്തില്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് പറ്റും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യത്തില്ല, അത് പഴയ തോതിൽ തന്നെ ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, മോർ ഹൈഡ്രോജൻ ഈസ് ആഡഡ്. ഹൈഡ്രോജൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷനാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ് ഇവിടെ കൂടിയത് അല്ലേ? കാരണം നമുക്കറിയാം എന്താണ്? നൈട്രോജനും ഈ പറയുന്ന ഹൈഡ്രോജനുമാണ് ഇവിടുത്തെ റിയാക്റ്റൻറ്റുകൾ. ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് എന്തെന്ന് പറയുന്നത്? അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നൈട്രോജൻ കൂട്ടിയാൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യും? നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ കൂട്ടി അമോണിയ കൂട്ടി ബാലൻസ് ചെയ്യും. ഹൈഡ്രോജൻ കൂട്ടിയാൽ എന്ത് ചെയ്യും? ഹൈഡ്രോജനും ഒരു റിയാക്റ്റൻ്റ് അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടുള്ളത് കൂടും, അപ്പോൾ ബാലൻസ് ആവും. കാരണം ഇടതുവശത്ത് കൂടിയാൽ വലതുവശവും കൂടെ കൂട്ടിയാൽ മതിയല്ലോ, തുല്യമാവുമല്ലോ. അങ്ങനെ ആലോചിച്ചാലും മതി. 2, നോക്കി, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടണമെങ്കിൽ അവിടെ എന്തിൻ്റെ അളവ് കൂടണം? അമോണിയ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയെന്നാണ്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്റ്റിൻ്റെ അളവ് ബാലൻസ് ചെയ്യും? ബാക്ക്വേർഡ് റിയാക്ഷൻ കൂട്ടും. നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? ഈ അമിതമായി വന്ന അമോണിയ തിരിച്ചെന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും. അപ്പോൾ ബാലൻസ് ആവും. ഇനി വെൻ അമോണിയ ഈസ് റിമൂവ്ഡ്, ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് കളയുകയാണ്. അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അമോണിയയുടെ അളവ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ബാക്ക്വേർഡ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻബാലൻസ് ആവത്തില്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഇവിടെ എന്തായി? ഡിക്രീസായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ്റെ അളവ് നമ്മൾ കൂട്ടി കൂടുതൽ ആൾക്കാർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഫോർവേഡ് റിയാക്ഷൻ അളവ് കൂട്ടി നമ്മൾ കൂടുതൽ ആൾക്കാർ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. കൺഫ്യൂഷൻ വരുമെന്ന് എനിക്കറിയാം, ശ്രദ്ധിച്ച് കേൾക്കുക. വെൻ മോർ നൈട്രോജൻ ഈസ് ആഡ്, നൈട്രോജൻ്റെ അളവ് നമ്മൾ കൂട്ടി. അപ്പോൾ ഇടതുവശമാണ് കൂടിയത്. അപ്പോൾ നമ്മൾ വലതുവശം കൂട്ടണം. അപ്പോൾ നമ്മൾ എന്ത് കൂട്ടും? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത് നൈട്രോജൻ ഈസ് റിമൂവ്ഡ്, ഇവിടെ കുറച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ അളവ് നമ്മൾ കുറയ്ക്കും. അങ്ങനെ വരച്ച് പഠിച്ചാൽ മതിയല്ലോ. ഹൈഡ്രോജൻ ഈസ് റിമൂവ്ഡ്, ഹൈഡ്രോജൻ്റെ അളവ് നമ്മൾ കുറച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഇതിൻ്റെ അളവും കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഇവിടെ തിരിച്ച് പറയുന്നതാണ്. നോക്കിയേ, ഹൈഡ്രോജൻ ഈസ് റിമൂവ്ഡ്, ഹൈഡ്രോജൻ്റെ അളവ് കുറച്ചു. കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് അവിടെ എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് അവിടെ ഡിക്രീസ് ചെയ്തു. അപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നോക്കടാ, ഇവൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ജോലി എന്താണ്? ഇവൻ്റെ അളവ് കൂട്ടണം.
അപ്പോൾ ഇവൻ്റെ അളവ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവൻ്റെ അളവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഉണ്ടാകുന്നത്. ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? കൂട്ടും. ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതൊക്കെ ഇങ്ങനെ പഠിച്ചു വയ്ക്കാം. നമ്മൾ നോക്കണം, ഇതിപ്പോൾ ഇത്രയും പഠിച്ചല്ലോ, ഇത് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ എഴുതാൻ പറ്റും. റിയാക്റ്റൻ്റ്, പ്രോഡക്റ്റ്. റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടിയാൽ ബാലൻസ് ചെയ്യാനുള്ള ഏക മാർഗ്ഗം എന്താണ്? പ്രോഡക്റ്റിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. പ്രോഡക്റ്റ് അളവ് കൂട്ടാനായിട്ട് നമ്മൾ കൂട്ടേണ്ടത് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ. ഇനി ചിലപ്പോൾ എടുത്ത് ചോദിക്കും ബാക്ക്വേർഡിന് എന്തെന്ന് ചോദിച്ചാൽ മാറ്റി പറഞ്ഞോളാം. ഇത് ബേസിക് കാര്യം പറഞ്ഞു തരികയാണ്. ഇനി പ്രോഡക്റ്റിൻ്റെ അളവ് കൂടിയാൽ ബാലൻസ് ചെയ്യാൻ നമ്മൾ റിയാക്റ്റൻ്റെ അളവ് കൂട്ടണം. പ്രോഡക്റ്റിൽ നിന്ന് റിയാക്റ്റൻ്റെ അളവ് കൂട്ടാനുള്ള വഴി എന്തുവാണ്? ബാക്ക്വേർഡ് റിയാക്ഷനെ കൂട്ടുക എന്നുള്ളതാണ്. ബാക്ക്വേർഡ് റിയാക്ഷനെ കൂട്ടുക എന്നുള്ളതാണ്. ഈ ഒരു സാധനം നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ബാക്കിയുള്ളത് എഴുതാനായിട്ട് പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളത് എഴുതാനായിട്ട് പറ്റും. അതായത് ലേഷാർലെ പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് കൂട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കൂട്ടണം. അതായത് ഫോർവേഡ് റിയാക്ഷനെ കൂട്ടണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കണ്ടോ, റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇൻക്രീസസ്. കോൺസെൻട്രേഷൻ ഓഫ് ദ ആദ്യം പറഞ്ഞത് അല്ലേ, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ നമ്മൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അത് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൂട്ടണം? ഫോർവേഡ് റിയാക്ഷൻ കൂട്ടണം. അടുത്ത്, ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസ്ഡ്. കണ്ടോ, പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ആണ് കൂടിയെങ്കിൽ നമ്മൾ ഉടനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യണം. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം, നോക്കിക്കോ. ഫസ്റ്റ്, ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് കോൺസെൻട്രേഷൻ വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, നമുക്കറിയാം റിയാക്റ്റൻ്റ്, പ്രോഡക്റ്റ്. ഹൈഡ്രോജൻ കൂട്ടി എന്ന് വെച്ചാൽ റിയാക്റ്റൻ്റ് കൂടി. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് കൂടി. നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റിൻ്റെ അളവ് കൂട്ടണം. പ്രോഡക്റ്റിൻ്റെ അളവ് കൂട്ടാനുള്ള വഴി ഫോർവേഡ് കൂട്ടണം. സോ ഫോർവേഡ് കൂട്ടണം. അടുത്ത്, അമോണിയ ഈസ് ആഡഡ്. അമോണിയ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ പ്രോഡക്റ്റിൻ്റെ അളവാണ് കൂടിയത് അല്ലേ? അവിടെ എന്താ കൂടിയത്? പ്രോഡക്റ്റിൻ്റെ അളവ് കൂടി. അപ്പോൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂട്ടണം അല്ലേ? പ്രോഡക്റ്റിൻ്റെ അളവ് കൂടി. അപ്പോൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് കൂട്ടണം? റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂട്ടണം. റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂട്ടുന്നത് എങ്ങനെയാണ്? ബാക്ക്വേർഡ് റിയാക്ഷനെ കൂട്ടിയിട്ടാണ്. ബാക്ക്വേർഡ് റിയാക്ഷനെ കൂട്ടിയിട്ടാണ്. 3, അമോണിയ ഈസ് റിമൂവ്ഡ്. അമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രോഡക്റ്റ് റിമൂവ് ചെയ്തു എന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കുറയ്ക്കണം. അപ്പോൾ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രോഡക്റ്റിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൂട്ടണം? 2 രീതിയിൽ ചെയ്യാം അല്ലേ? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? നോക്ക്, റിയാക്റ്റൻ്റ് കൂടിയപ്പോൾ പ്രോഡക്റ്റ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഫോർവേഡ് കൂട്ടിയെങ്കിൽ ഇവിടെ എന്ത് പറ്റും? അമോണിയ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അളവ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ റിയാക്റ്റിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ റിയാക്റ്റൻറ്റിനെ കൂടുതലായി നമ്മൾ കൺസ്യൂം ചെയ്യിപ്പിക്കണം. റിയാക്റ്റൻറ്റിന് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഏത് കൂട്ടണം? നമ്മൾ ഫോർവേഡ് കൂട്ടണം. നമ്മൾ എന്ത് കൂട്ടണം? ഫോർവേഡ് കൂട്ടണം. ഇതാ കണ്ടോ, ഫോർവേഡ് കൂട്ടണം. അടുത്ത്, വെൻ മോർ നൈട്രോജൻ ഈസ് ആഡഡ്. നൈട്രോജൻ ആഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടിയെന്നാണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അളവ് നമുക്ക് കൂട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതലാക്കണം. ഫോർവേഡ് റിയാക്ഷൻ കൂട്ടണം. ഇനി നൈട്രോജൻ ഈസ് റിമൂവ്ഡ്. നൈട്രോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് നൈട്രോജൻ എന്ന് വെച്ചാൽ നൈട്രോജൻ റിമൂവ്ഡ് ആണ്. അപ്പോൾ നൈട്രോജൻ എന്ന് വെച്ചാൽ എന്താണ്? റിയാക്റ്റൻ്റ് ആണ്. അത് റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അളവ് കുറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിൻ്റെ അളവ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. പ്രോഡക്റ്റിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് റിയാക്റ്റൻ്റ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്വേർഡിനെ കൂട്ടണം. നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്വേർഡിനെ കൂട്ടണം അല്ലേ? ബാക്ക്വേർഡിനെ കൂട്ടണം. ഓക്കെ, ഞാനിവിടെ തിരിഞ്ഞു പോയി അല്ലേ പറഞ്ഞത്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അല്ലല്ല, ബാക്ക്വേർഡിനെ കൂട്ടണം. ഇവിടെ തന്നെ ബാക്ക്വേർഡിനെ കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡിനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. തെറ്റിയിട്ടൊന്നുമില്ല, മാറിയിട്ടൊന്നുമില്ല. ശരി, അടുത്ത്, ഹൈഡ്രോജൻ ഈസ് റിമൂവ്ഡ്. ഹൈഡ്രോജൻ റിമൂവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് അല്ലേ? റിയാക്റ്റൻ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റിനെ കുറയ്ക്കണം. ബാക്ക്വേർഡ് റിയാക്ഷനെ കൂട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഫോർവേഡോ ബാക്ക്വേർഡോ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ കോൺസെൻട്രേഷൻ്റെ കാര്യം. ഇനി അടുത്ത് വരുന്നത് എന്താണ്? പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നമ്മൾ വണ്ടിയുടെ ടയറിൽ കാറ്റിൻ്റെ പ്രഷർ കൂടി. പ്രഷർ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വാൽവിനെ ഒന്ന് തുറന്നു വിടും. വാൽവിനെ തുറന്നു വിടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അകത്തുള്ള എയറിൻ്റെ വോളിയം കുറയുകയാണല്ലോ. അകത്തുള്ള എയർ പുറത്തോട്ട് പോകുമല്ലേ. അതായത് നമ്മൾ വണ്ടിയുടെ ടയറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ടയറിലെടുത്ത് നമ്മൾ കാറ്റടിക്കുകയാണ്. അപ്പോൾ പ്രഷർ കൂടി എന്ന് വിചാരിക്കുക. പ്രഷർ വെച്ചിട്ടല്ലേ നമ്മൾ കാറ്റടിക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ കൂടി കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ കുറയ്ക്കുക എന്ത് ചെയ്യും? അകത്തുള്ള കാറ്റിനെ പുറത്തോട്ട് തുറന്നു വിടും. അപ്പോൾ പ്രഷർ കൂടിയാൽ പ്രഷർ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വോളിയത്തിനെ കുറയ്ക്കണം. അപ്പോൾ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ കുറയുമ്പോഴേ നമ്മൾ പ്രഷർ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? കാറ്റ് അടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എയറിൻ്റെ വോളിയം അവിടെ എന്ത് ചെയ്യും? കൂട്ടും. എയറിൻ്റെ വോളിയം കൂട്ടുമ്പോൾ പ്രഷർ എന്ത് ചെയ്തോളൂ? അതനുസരിച്ചിട്ട് കൂടിക്കോളുമല്ലോ. ഇതൊന്ന് മനസ്സിൽ വെച്ചോ. ഇത് വെച്ചിട്ട് ഇവിടുത്തെ കാര്യം നോക്കാം. ഇവിടെ നോക്കിയേ, N2ഉം H2ഉം ചേർന്ന് NH3 ആയിട്ട് മാറി. N2H2ഉം ചേർന്ന് NH3 ആയിട്ട് മാറി. മൂന്നും ഗ്യാസ് ആണല്ലോ. മൂന്നും എന്ത് സ്റ്റേറ്റിലാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് അല്ലേ? എന്ത് സ്റ്റേറ്റിലാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഇവർ മൂന്നുപേരും എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വിച്ച് ഫിസിക്കൽ സ്റ്റേറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രഷർ? പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തിനെയാണ്? വോളിയത്തിനെയാണ്. അപ്പോൾ നമുക്ക് വോളിയത്തിൽ വരുന്ന മാറ്റം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഹൗ മെനി മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആർ പ്രസൻറ്റ്? റിയാക്റ്റൻ്റ് എത്ര മോളിക്യൂൾസ് ഉണ്ട്? 3 മോൾസ് ഉണ്ട്. 3 1 4. ഹൗ മെനി മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഈസ് പ്രസൻറ്റ്? പ്രോഡക്റ്റ് എത്ര? 2. ഇതൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്റർ പഠിച്ചതാണ്. വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോർവേഡ് റിയാക്ഷൻ? ഫോർവേഡ് റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? 4 മോളിക്യൂൾസ് ഓഫ് ദ റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്ത് 2 മോൾസായിട്ട് മാറുന്നു. ബാക്ക്വേർഡ് എന്താ സംഭവിക്കുന്നത്? 2 മോൾ പ്രോഡക്റ്റ് തിരിഞ്ഞ് 4 ആയിട്ട് മാറുന്നു. അതായത് ഫോർവേഡ് റിയാക്ഷൻ നോക്കിയപ്പോൾ വോളിയം കൂടുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ നോക്കിയപ്പോൾ വോളിയം കുറയുന്നു. ഇത് ഓർത്ത് വെച്ചോ. ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലേ? വോളിയം ഞാൻ തിരിച്ചു പറഞ്ഞല്ലേ. ഫോർവേഡ് റിയാക്ഷൻ അല്ലേ എന്ത് പറ്റി? ഇവിടെ 4 ഉള്ളത് 2 ആയി. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനിൽ എന്ത് പറ്റുന്നു? വോളിയം എന്ന് പറയുന്നത് കുറയുന്നു. ബാക്ക്വേർഡ് റിയാക്ഷനിൽ വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. 2 4 ആയിട്ട് മാറിയ വോളിയം കൂടി. ഇവിടെ 4 2 ആയിട്ട് കുറഞ്ഞു, വോളിയം കുറയുകയും ചെയ്തു. അപ്പോൾ പ്രഷറിൽ വ്യത്യാസം വരുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് പോകുന്നത് അല്ലേ. പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം, പ്രഷർ കൂടുമ്പോഴോ കുറയുമ്പോഴോ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെ ബാലൻസ് ചെയ്യുമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കാര്യം മനസ്സിലാക്കി വെക്കണം അല്ലേ. വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധം. പ്രഷർ കൂടുമ്പോൾ നമുക്ക് പ്രഷർ കുറയ്ക്കാൻ വോളിയം കുറച്ചാൽ മതി. ടയറിൻ്റെ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. അപ്പോൾ വോളിയത്തെ പറ്റി ഒരു ഐഡിയ കിട്ടാനാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടന്നപ്പോൾ എന്ത് പറ്റി? വോളിയത്തിൽ കുറവാണ് സംഭവിച്ചത്. 4 കുറഞ്ഞ് 2 ആയി. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറ്റി? വോളിയം കൂടുകയാണ് ചെയ്തത്. 2 കൂടി എന്തായി? 4 ആയി. ഇനി നോക്കിയേ, ചേഞ്ച് ഇൻ ദ വോളിയം ഇൻ ദ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനിൽ ചേഞ്ച് ഇൻ വോളിയം എന്താണ്? വോളിയം കുറഞ്ഞു. ബാക്ക്വേർഡ് റിയാക്ഷനിൽ വോളിയം എന്ത് ചെയ്തു? കൂടി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അറ്റ് എ ഫിക്സഡ് വോളിയം what happens to the pressure of a gas system if the number of molecules is increased? ഫിക്സഡ് വോളിയത്തിലാണെങ്കിൽ അത് നമ്മൾ ടയറിൻ്റെ കേസ് എടുത്താൽ മതി അല്ലേ. പ്രഷർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂട്ടിയാൽ എന്ത് ചെയ്യും? കൂടും. പ്രഷർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ലേഷാർഡിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, വെൻ ദ പ്രഷർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഇൻക്രീസ്ഡ്. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിലെത്താൻ ശ്രമിക്കും. എങ്ങനെ? പ്രഷറിനെ കുറച്ചിട്ട്. പ്രഷർ കുറയ്ക്കാൻ വേണ്ടി സിസ്റ്റം എന്താ ചെയ്യാൻ പോകുന്നത്? പ്രഷർ കുറയ്ക്കണമെങ്കിൽ നമുക്കറിയാം, പ്രഷർ കുറയ്ക്കണമെങ്കിൽ വോളിയം കുറയ്ക്കണം. അപ്പോൾ വോളിയം കുറയുന്ന റിയാക്ഷൻ ഏതാണോ അത് ഫോർവേഡാണ്. ഇവിടെ കണ്ടോ, ഇതെന്താണ്? വോളിയം കുറയ്ക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഫോർവേഡ്. ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? വോളിയം കൂട്ടുന്ന റിയാക്ഷനാണ്. അപ്പോൾ പ്രഷർ കൂടിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വോളിയം കുറയ്ക്കുന്ന റിയാക്ഷൻ അതിവിടെ ഏതാണോ അത് ചെയ്യും. അതായത് achieved by increasing the reaction in the direction where the number of moles of the molecules decreases. Molecules decrease ചെയ്യുന്ന റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, നമ്മളൊക്കെ എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ അമോണിയയുടെ പ്രൊഡക്ഷൻ എടുക്കുകയാണ്. അമോണിയ പ്രൊഡക്ഷൻ നിങ്ങൾക്കറിയാം എന്താണ്? N2 + 3H2 ഗീവ്സ് എന്താണ്? 2NH3 അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റീവ് മോളിക്യൂൾസ് എത്രയാണ്? 3 1 4.
ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് എത്രയാണ്? 2. നോക്കിയേ, പ്രഷർ ഇങ്ങനെ ഇരിക്കുന്ന ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന റിയാക്ഷൻ്റെ പ്രഷർ നമ്മൾ കൂട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ദേശാല പ്രിൻസിപ്പൽ പറയുന്നത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും. എങ്ങനെ? വോളിയം കുറയുന്ന റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ വോളിയം കുറയുന്ന റിയാക്ഷൻ ഏതാണ്? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? നോക്കിയേ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? നോക്ക്, നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ പ്രഷർ കൂടിയിരിക്കുകയാണ്. പ്രഷർ കൂടിയിരുന്ന് കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കണം. പ്രഷർ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? വോളിയം കുറയ്ക്കുന്നുണ്ട്. വോളിയം എങ്ങനെ കുറയ്ക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയും. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയുന്ന റിയാക്ഷൻ ഏതാണ്? അത് ഇവിടുത്തെ കേസിൽ ഫോർവേഡ് അല്ലേ? കാരണം 4 ചുരുങ്ങി 2 ആവുന്നത് ഫോർവേഡ് റിയാക്ഷനിലാണ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? പ്രഷർ ബാലൻസ് ആവും. അടുത്തിവിടെ നോക്കി, പ്രഷർ കുറച്ചു എന്ന് വിചാരിക്കുക. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം എന്താണ്? പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടണമെങ്കിൽ വോളിയം കൂട്ടണം. വോളിയം കൂട്ടണമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടണം. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്ന റിയാക്ഷൻ ഏതാ? 2 നിന്ന് 4 ആവുന്ന റിയാക്ഷൻ ഏതാ? അത് ബാക്ക്വേർഡ് ആണ്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്നുകൂടെ പറഞ്ഞു തരാം, നോക്കിയോ. ഇവിടെ നോക്കിയോ, ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടും. പ്രോഡക്റ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ അളവും കൂടും. ഇനി പ്രഷർ ഇക്വിലിബ്രിയത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. പ്രഷർ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക, റിയാക്ഷൻ്റെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? വോളിയത്തിന് കുറച്ചിട്ട്. വോളിയം കുറയുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോളിക്യൂൾ കുറയുന്ന റിയാക്ഷൻ ഏതാണോ അതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളത് ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കും. നമ്മളിവിടുത്തെ കേസിൽ നൈട്രോജൻ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളും 1 മോളും 3 ഹൈഡ്രജൻ്റെ മോളും കൂടെ ചേർന്നിട്ട് 2 മോള് അമോണിയയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ 4 മോള് കുറഞ്ഞ് 2 മോളായിട്ട് മാറി. അപ്പോൾ മോള് കുറഞ്ഞ അല്ലെങ്കിൽ മോളിൻ്റെ അളവ് കുറയ്ക്കുന്ന റിയാക്ഷനാണ് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ്. അടുത്ത് 2 മോള് ചേർന്നിട്ട് 4 ഉണ്ടാകുന്നു, 2 ചേർന്നിട്ട് 4 ഉണ്ടാകുന്നു. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂട്ടുന്ന റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ പറഞ്ഞേക്കുകയാണ്, പ്രഷർ സിസ്റ്റത്തിൽ കൂടിക്കഴിഞ്ഞു. പ്രഷർ കൂടി. അപ്പോൾ ജോലി എന്താണ്? വോളിയം കുറയ്ക്കണം. എങ്ങനെയായാലും പ്രഷർ കുറയ്ക്കണം. അല്ലെ, പ്രഷർ കുറയ്ക്കണമെങ്കിൽ വോളിയം കുറയ്ക്കണം. വോളിയം കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറയണം. നമ്പർ ഓഫ് മോൾസ് കുറയുന്ന റിയാക്ഷൻ ഏതാ? ഇത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്ത് മോൾസിൻ്റെ എണ്ണം കുറച്ച് കാറ്റിൽ നിന്ന് ഊരിവിടുന്ന പോലെ സംഭവം കുറച്ച് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. പ്രഷർ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ജോലി പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടണമെങ്കിൽ വോളിയം കൂട്ടണം. വോളിയം കൂട്ടണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്ന റിയാക്ഷൻ 2 നിന്ന് 4 ആവുന്നത് ബാക്ക്വേർഡിലല്ലേ? അപ്പോൾ ബാക്ക്വേർഡിനെ ഇൻക്രീസ് ചെയ്യും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ അപ്പോൾ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് എന്ത് പറ്റും? കൂട്ടി മോളിക്യൂൾസിൻ്റെ എണ്ണം കുറച്ച് ബാലൻസ് ചെയ്യും. തിരിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പോൾ പ്രഷറിൻ്റെ മനസ്സിലായി കാണുമല്ലോ, പ്രഷറിൻ്റെ കേസ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ലേഷാർലെ പ്രിൻസിപ്പിൾ പ്രഷറിന് എന്താ പറയുന്നത്? ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് പ്രഷറിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ജോലി. എങ്ങനെയാണ് പ്രഷറിനെ കുറയ്ക്കുന്നത്? ബൈ ഇൻക്രീസിങ് ദ റിയാക്ഷൻ. പ്രഷർ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? വോളിയം കുറച്ചിട്ടാണ്. വോളിയം എങ്ങനെയാണ് കുറയ്ക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറച്ചിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ നോക്കിയേ, H2 + I2 gives 2HI. H2 + I2 gives 2HI. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണും, ഇവിടെയും ഓരോ മോൾസ് വെച്ച്. അപ്പോൾ 1 + 1 2. ഇവിടെയും 2 മോൾ. അപ്പോൾ ഈ പറയുന്ന റിയാക്ഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മോൾസിൻ്റെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ എണ്ണം തുല്യമാണെങ്കിൽ ഇവിടെ പ്രഷറിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പ്രഷറിനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻ്റ് മോൾസ് 2, പ്രോഡക്റ്റും 2. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻ്റ് മോൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് മോൾസ്? ഇവരെന്താണ്? തുല്യമാണ്. സോ പ്രഷറിനിവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ? നോ. അപ്പോൾ പ്രഷറിനിവിടെ ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പോൾ പ്രഷർ ഇക്വിലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യുന്ന കേസിൽ ഇടതുവശത്തും വലതുവശത്തും റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും മോളിക്യൂൾസിൻ്റെ എണ്ണം വ്യത്യസ്തമാണെങ്കിലേ എഫക്റ്റ് ഉള്ളൂ. സോ ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ, if there is no change in the number of molecules, the reactant and the product in the gaseous molecules will have no effect in the chemical reaction. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും തുല്യമാണ് മോൾസിൻ്റെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണമെങ്കിൽ അവിടെ പ്രഷറിന് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഇതുപോലത്തെ റിയാക്ഷൻ തന്നിട്ട് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം അല്ലേ, കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാലോ കോൺസെൻട്രേഷൻ കുറഞ്ഞാലോ ലേഷറിലെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫോർവേഡ് റിയാക്ഷനെയോ ബാക്ക്വേർഡ് റിയാക്ഷനെയോ കൺട്രോൾ ചെയ്ത് ഇക്വിലിബ്രിയത്തിലെത്തും.
പ്രഷർ കൂടിയാലോ പ്രഷർ കുറഞ്ഞാലോ ഇതുപോലെ തന്നെ ഫോർവേഡിനെയോ ബാക്ക്വേർഡിനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇക്വിലിബ്രിയത്തിലെത്തും. പക്ഷേ പ്രഷറിനൊരു കണ്ടീഷനുണ്ട്. ഈ പറഞ്ഞ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിയാക്ഷൻ്റെ ഇടതുവശത്ത്, അതായത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റ് സൈഡിലെയും മോളിക്യൂൾസിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ പ്രഷറിന് ആ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പ്രഷർ വിൽ ഹാവ് നോ എഫക്റ്റ് ഓൺ ദ കെമിക്കൽ റിയാക്ഷൻ. അതും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അടുത്ത് വരുന്ന ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ടെമ്പറേച്ചറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോക്ക്, എൻഡോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും. എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ എന്നാണ് ഹീറ്റ് എന്ന് പറയാം അല്ലേ. ഹീറ്റ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇവിടെയാണെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഏതാ? എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണോ ഇവിടെ ഉള്ളത് അതിനെ പ്രൊമോട്ട് ചെയ്യും. ഒന്നും കൂടെ, എന്താണ്? ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇവിടെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണ്? ഹീറ്റിനെ കുറയ്ക്കുക. ഹീറ്റിനെ എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത്? ഹീറ്റ് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? എൻഡോതെർമിക്. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇവിടെ ഒന്ന് നോക്കിയേ, N2ഉം 3H2ഉം ചേർന്ന് 2NH3 ആകുമ്പോൾ പ്ലസ് ഹീറ്റാണ്. അതായത് ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. ഓക്കെ, എങ്കിൽ ഞാനിവിടുത്തെ ഹീറ്റ് കൂട്ടി എന്ന് വിചാരിക്കുക. ഹീറ്റ് കൂടി. അപ്പോൾ ഹീറ്റ് ഇപ്പോൾ എന്താണ്? കൂടുതലാണ്. ഹീറ്റ് എനിക്ക് കുറയ്ക്കണം. ഇവിടെ ഏത് റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഹീറ്റ് കുറയുന്നത്? ഇവിടെ എപ്പോഴാണ് ഹീറ്റ് കുറയുന്നത്? നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഹീറ്റ് ലിബറേറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് എക്സോതെർമിക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്തായിരിക്കണം? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡോതെർമിക് ആയിരിക്കണം. ഇവിടെ ഹീറ്റ് നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഹീറ്റ് കുറയ്ക്കണം. ഹീറ്റ് കുറയുന്ന ഏതിലാണ്? ഹീറ്റ് എങ്ങനെയാണ് കുറയുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴല്ലേ കുറയുന്നത്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഏതായിരിക്കും? അത് ഈ പറയുന്നതായിരിക്കും അല്ലേ, ഏതായിരിക്കും? എൻഡോ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ദ സിസ്റ്റം ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ് ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ദ എൻഡോതെർമിക് റിയാക്ഷൻ. കണ്ടോ, ഹീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ, അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ അളവ് കൂട്ടിയിട്ട് ഹീറ്റിനെ കുറയ്ക്കും. ആസ് എ റിസൾട്ട് ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് ടെമ്പറേച്ചറിൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി, ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയാൽ അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ മതി. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണ്? എൻഡോതെർമിക് ആണെങ്കിൽ ആ എൻഡോതെർമിക് ഇവിടെ ഏതാണ്? ബാക്ക്വേർഡ് ആണെങ്കിൽ അതിൻ്റെ അളവ് അങ്ങോട്ട് കൂട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമുണ്ട്. ഒരു റിയാക്ഷൻ ഒപ്റ്റിമം രീതിയിൽ നടക്കണമെങ്കിൽ ആ പറയുന്ന റിയാക്ഷൻ ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. അല്ലാതെ മിനിമം ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ അവിടെ ത്രെഷോൾഡ് എനർജി കുറയും. എന്ത് കുറയും? ത്രെഷോൾഡ് എനർജി കുറയും. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നോക്കിയോ, സോ ടെമ്പറേച്ചർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ബട്ട് ടു ലോ ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് ദ ത്രെഷോൾഡ് എനർജി വിൽ ബി ലെസ്. അതായത് റിയാക്ഷൻ ഇപ്പം നമുക്കറിയാമല്ലോ, ചില റിയാക്ഷൻസ് നമ്മൾ പുറത്തുനിന്ന് ചൂട് കൊടുത്താലേ നടക്കത്തുള്ളൂ. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ ഈ ബേസിക് നടക്കേണ്ട റിയാക്ഷൻ നടക്കത്തില്ല. സോ ദ റേറ്റ് ഓഫ് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഗെറ്റ് സൈമിൾട്ടേനിയസ്ലി റെഡ്യൂസ്ഡ്. ഹെൻസ് ദ സിസ്റ്റം വിൽ ടേക്ക് മോർ ടൈം ടു അറ്റൈൻ ഇക്വിലിബ്രിയം. അപ്പോൾ കൂടുതൽ സമയം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് വേണ്ടി വരും. സോ ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് അമോണിയ, ഇവിടുത്തെ റിയാക്ഷൻ പറയുന്നത് വേറൊന്നുമല്ല, അമോണിയ പോലെയുള്ള സാധനമൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മളിവിടെ മിനിമം ടെമ്പറേച്ചർ എത്തണം. അപ്പോൾ നിങ്ങൾ മൊത്തം കൺഫ്യൂഷൻ ആയി കാണും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത്രയുള്ള സംഭവം. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ടെമ്പറേച്ചർ കൂട്ടിയാൽ, ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ നമ്മുടെ ആവശ്യം ടെമ്പറേച്ചർ കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണോ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, അതിനെ പ്രൊമോട്ട് ചെയ്യണം. അത് ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ്, ബാക്ക്വേർഡിലാണെങ്കിൽ ബാക്ക്വേർഡ്. അപ്പോൾ അതെങ്ങനെ തീരുമാനിക്കും? നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷൻ ഏതെന്ന് നോക്കുക. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ അമോണിയത്തിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ അമോണിയയുടെ ഫോർമേഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? ഇതൊരു ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. അതായത് ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അപ്പോൾ എക്സോതെർമിക്. അവെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം ടെമ്പറേച്ചർ കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്ന എൻഡോതെർമിക് റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ അളവ് ഇവിടെ എന്ത് ചെയ്യും?
ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ നോക്കി, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ എന്ത് പറ്റണം? നമ്മുടെ ആവശ്യം ടെമ്പറേച്ചർ കൂട്ടണം. ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ അവിടെ എക്സോതെർമിക് റിയാക്ഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫോർവേഡാണ്. അപ്പോൾ നമ്മളുടെ ഫോർവേഡിനെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ പറഞ്ഞേക്കുന്ന ഭാഗത്ത് പറഞ്ഞേക്കുന്ന എന്ത് സംഭവമാണ് കൺഫ്യൂഷൻ ഇപ്പോൾ മാറ്റിത്തരാം. നോക്കിക്കോ, നമ്മൾ ഹേബർ പ്രോസസ്സിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാധനം എന്താണ്? അമോണിയ. നമുക്ക് വേണ്ട സാധനം എന്താണ്? അമോണിയയാണ്. അപ്പോൾ പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോതെർമിക് റിയാക്ഷൻ ആയിട്ടുള്ള ബാക്ക്വേർഡ് റിയാക്ഷനാണ് കൂടുന്നത്. അപ്പോൾ ഉള്ള പ്രോഡക്റ്റ് മൊത്തം എന്തായിട്ട് മാറും? റിയാക്റ്റൻ്റ് ആയിട്ട് മാറും. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ അളവ് ഇവിടെ എന്ത് ചെയ്യും? കുറയും. നല്ലൊരു കാര്യമാണോ? അല്ല. അപ്പോൾ നമ്മളെപ്പോഴും ടെമ്പറേച്ചർ കുറച്ച് വയ്ക്കാൻ ശ്രമിക്കൂലേ? ടെമ്പറേച്ചർ കൂടിയോണ്ടല്ലേ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടിയത്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ടെമ്പറേച്ചറിനെ കുറച്ച് വെച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്തെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് വെച്ച് റിയാക്ഷൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ, നോക്കടാ, ലോ ടെമ്പറേച്ചറിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഈ പറഞ്ഞ നൈട്രോജനും ഹൈഡ്രോജനും തമ്മിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ അവിടെ മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജിയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. ആ മിനിമം എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. സോ ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് വെച്ച് റിയാക്ഷൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ത്രെഷോൾഡ് എനർജി കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ ഫോർവേഡ് റിയാക്ഷനും സ്ലോ ആകും. അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷൻ അതനുബന്ധിച്ച് സ്ലോ ആയി പോകും. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ബാക്ക്വേർഡ് റിയാക്ഷൻ ഏറിയത്. ഫോർവേഡ് അപ്പോൾ എന്തായാലും നടക്കത്തില്ല. ഫോർവേഡ് നടന്ന് പ്രോഡക്റ്റ് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പഴയ ഗ്രാഫ് ഓർമ്മയില്ലേ? അല്ലേ? ഈ പറയുന്ന ഫോർവേഡ് നടന്ന് പ്രോഡക്റ്റ് ഉണ്ടായി കഴിയുമ്പോഴല്ലേ നമുക്ക് ബാക്ക്വേർഡ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ബാക്ക്വേർഡ് നടക്കത്തില്ല. ഫോർവേഡ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ബാക്ക്വേർഡ് നടക്കത്തില്ല, സമയനഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഹേബർ പ്രോസസ്സിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്രയാണ്? 480 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടുന്ന് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, why 450 degree Celsius is the optimum temperature for ammonia manufacture? എന്തായിരിക്കും? 450 ടെമ്പറേച്ചർ ബാലൻസസ് ദ ഹൈ അമോണിയ yield. 450 വെച്ച് ഹൈ അമോണിയ yield ഉണ്ടാവാൻ കാരണം ഈ പറയുന്ന ടെമ്പറേച്ചറിൽ ആവശ്യത്തിന് ത്രെഷോൾഡ് എനർജിയും ഉണ്ടാകും, എന്നാൽ ടെമ്പറേച്ചർ ഒരുപാട് കൂടി പോയിട്ട് നമ്മുടെ എൻഡോതെർമിക് റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. അതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. സോ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ അപ്പോൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലേഷാർലെ പ്രിൻസിപ്പിൾ അനുസരിച്ച്? In a system in equilibrium, increase in temperature will increase the rate of the endothermic reaction. Decrease in temperature will increase the rate of exothermic reaction. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ആണ് കാറ്റലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് സിമ്പിൾ സാധനമാണ്, ഒന്നുമില്ല. കാറ്റലിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കാറ്റലിസ്റ്റ്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ അത് ഫോർവേഡിൻ്റെ വേഗതയും കൂട്ടും, ബാക്ക്വേർഡിൻ്റെ വേഗതയും കൂട്ടും. അത് ഫോർവേഡിൻ്റെ വേഗതയും കൂട്ടും, ബാക്ക്വേർഡിൻ്റെ വേഗതയും കൂട്ടും. തീർന്നു, ഇത്രയേ ഉള്ളൂ. കാറ്റലിസ്റ്റിന് നമുക്ക് അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമൊന്നുമില്ല. കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോർവേഡും ബാക്ക്വേർഡും കൂട്ടും. ഓക്കെ, ബാക്ക്വേർഡും കൂട്ടും. പക്ഷേ ഇതൊരിക്കലും സ്വയം കൺസ്യൂമായി പോവുകയും ഇല്ല. സോ വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം വെൻ കാറ്റലിസ്റ്റ് ഈസ് ആഡഡ്? അതെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമ്മൾ അമോണിയ മാനുഫാക്ചറിങ്ങിൻ്റെ കാറ്റലിസ്റ്റ് ഏതാണ്? സ്പോഞ്ച് അയൺ ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ അമോണിയയുമായി ബന്ധപ്പെട്ട കാര്യം തീരുന്നു, ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട കാര്യം തീരുന്നു. നമ്മൾ അടുത്ത സൾഫ്യൂരിക് ആസിഡാണ് പഠിക്കാൻ പോകുന്നത്. വലിയൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരുപാട് സമയം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോർ വരും, ശ്രദ്ധ മാറും, ബ്രേക്കൊക്കെ എടുത്ത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്കത് വരുന്ന ക്ലാസ്സുകളിൽ ക്ലിയർ ചെയ്യാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.